യേശു തമ്പുരാനെ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. കർത്താവിൽ പ്രിയരെ, യേശുവിനെ പോലെയാകാം പ്രതിദിന പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ദൈവസന്നിധിയിൽ പ്രഭാതത്തിലായിരിക്കുന്നത് കുട്ടികളെ ഒരു വിശുദ്ധ ഉത്തരവാദിത്തം പരിശീലിപ്പിക്കുക എന്നുള്ളതായൊരു വിഷയത്തിന്മേലാണ്. സത്യവേദ പുസ്തകം ഇപ്രകാരം നമ്മോടായി പറയുന്നു. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങളിൽ, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയരെ, ഒരു അന്ത്യ കണക്കെടുപ്പിനായി മാതാപിതാക്കളും മക്കളും വന്നു കൂടുമ്പോൾ എന്തൊരു രംഗമായിരിക്കും അവിടെ സംജാതമാകുക. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഭക്ഷണ കൊതിക്കും അടിത്തറ ഇളകുന്നതായ തന്ത്രങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്നതായ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ തലമുറകളെ എപ്രകാരമാണോ വളർത്തേണ്ടത്, അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും പലപ്പോഴും പിന്മാറിപ്പോകുന്നതായ ഒരു സാഹചര്യത്തിലാണെന്ന് പലരും ആയിരിക്കുന്നത്. പ്രിയരെ, നാം ചിന്തിക്കേണ്ടത് ആത്മീയ ഭക്ഷണ കാര്യത്തിലായിരുന്നാലും ഭൗമിക ഭക്ഷണ കാര്യത്തിലായിരുന്നാലും സർവശക്തനാം ദൈവം തിരുവെഴുത്തിലൂടെ എന്താണ് ദൈവമക്കൾക്ക് പഠിപ്പിച്ചു തരുന്നത്, അത് ആയതുപോലെ ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും ചെറുപ്പം മുതൽ തന്നെ അവരുടെ കുഞ്ഞുങ്ങളെയും പരിശീലിപ്പിക്കേണ്ടതാകുന്നു എന്ന് നമ്മെ തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ കാലയളവിൽ പിശാചായിരിക്കുന്ന സാത്താൻ അവൻ തൻ്റെ പ്രവൃത്തി ചെയ്യാൻ എല്ലാ രീതിയിലും ഒരുക്കമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ അവൻ പരീക്ഷണങ്ങളുടെ അവൻ സദാ മാറിക്കൊണ്ടിരിക്കുന്ന വേഷഭംഗി, അതായത് ഫാഷൻ അവൻ അവതരിപ്പിക്കും എന്നുള്ളത് നാം വിസ്മരിച്ചുകൂടാ. ആകർഷകമായ സൽക്കാരങ്ങളും വെറിക്കുത്തുകളും ഒരുക്കും. അമ്മമാരാകട്ടെ അവരുടെ മക്കളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടതിന് പകരം, ദൈവിക കാര്യങ്ങൾ പരിശീലിപ്പിക്കുന്നതിന് പകരം സുഖലോലുപമായ ചപല കാര്യങ്ങളിൽ സമയം ചിലവഴിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്തിരിക്കുന്നതായ ഒരു സന്ദർഭം. പിശാചായിരിക്കുന്ന സാത്താനെക്കുറിച്ച് സത്യവേദ പുസ്തകം ഇങ്ങനെ പറയുന്നു. 1 പത്രോസ് അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യത്തിൽ, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതായ പിശാചിൻ്റെ വലയിലേക്ക് ഇന്നുള്ള യൗവനക്കാരായിരിക്കുന്നവർ, കുഞ്ഞുങ്ങളായിരിക്കുന്നവർ പല രീതിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ കാലഘട്ടത്തിൽ ദൈവമക്കളായിരിക്കുന്നു എന്ന് പറയുന്നതായ നാം ഏവരും നമ്മുടെ തലമുറകളെ ദൈവത്തോടൊപ്പം ചേർത്ത് നിർത്തേണ്ടത് ആവശ്യമാകുന്നു എന്നുള്ളത് നാം ഒരിക്കലും മറന്നുകൂടാ. സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ഭോഷന്മാരുടെ കൂട്ടത്തിൽ ആയിപ്പോകുന്നവരായിരിക്കരുത്. ദൈവത്തിൽ നിന്നുള്ളതായ പരിജ്ഞാനം പ്രാപിച്ചവരായി ദൈവത്തിൻ്റെ വഴിയെ നടക്കുന്നവരായി തീരുവാൻ നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ തലമുറകളും അപ്രകാരം ആ വഴിയെ വന്നു ചേരും എന്നുള്ളത് നാം മറന്നുകൂടാ. ഇവിടെ തൻ്റെ മക്കളെ ഈ ലോകത്തിൽ പ്രയോജനമുള്ളവരായും കൂടുതൽ മെച്ചമായ ലോകത്ത് ഒരു ഭവനത്തിലായി തീരുവാനും തക്കവണ്ണം അഭ്യസിപ്പിക്കുന്നവരായി മാതാപിതാക്കൾ മാറേണ്ടിയിരിക്കുന്നു.
ഈ ലോകത്തിൻ്റെ വെറും ഒരു അമ്മയായിട്ടല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ളതായ മാതാവായി, പിതാവായി നാം ആയിത്തീരേണ്ടത് ആവശ്യമാകുന്നു. സങ്കീർത്തനങ്ങൾ 122:3 ഇപ്രകാരം പറയുന്നു: നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കുന്നു. ഒലിവ് തൈകൾ പോലെ ഇരിക്കുന്നതായ തലമുറകളെയാണ് നാം വളർത്തിയെടുക്കേണ്ടത്, ആത്മീയമായ പാതയിലൂടെ വളർത്തിയെടുക്കേണ്ടതെന്ന് തിരുവചനം സത്യസന്ധമായിട്ട് തന്നെ നമ്മെ എന്ത് ചെയ്യുന്നു, ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തീയ അമ്മമാർ അവരുടെ ചുമതലകളെ തിരിച്ചറിയുന്നതിനും സ്വയം സംതൃപ്തിക്ക് വേണ്ടി ജീവിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും അത് അഭ്യസിക്കാനുമാണ് ഒരുങ്ങേണ്ടത്. നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മാതൃകയായി കാണിച്ചു തന്നിരിക്കുന്നത് ക്രിസ്തു തന്നെത്താൻ പ്രസാദിപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവിടെ നിന്ന് ഒരു ദാസൻ്റെ വേഷമാണ് എടുത്തത്. അവിടുത്തെ രാജകീയ സദസ്സുകളെ, കൊട്ടാരങ്ങളെ വിട്ട് ദിവ്യത്വം വെടിഞ്ഞ് മനുഷ്യത്വം ഏറ്റെടുത്തു. നാം രാജകുടുംബത്തിലെ പുത്രിപുത്രന്മാരായി ഉയർത്തപ്പെടേണ്ടതിന് സ്വർഗീയ രാജാവിൻ്റെ മക്കളായിരിക്കുവാൻ അവൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അത് തന്നെ നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുവാൻ ഈ ഒരു പ്രഭാതത്തിൽ സർവശക്തനായ ദൈവം നമ്മെ വഴിയൊരുക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവചരാചരങ്ങളുടെയും ഉടയവനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ട നല്ലവനുമായ ദൈവമേ, ഈ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് സ്വർഗീയ ആത്മാവിനെ കൈക്കൊണ്ടുകൊണ്ട് ദൈവമേ നല്ല പൈതങ്ങളായി തലമുറകളെ വാർത്തിയെടുക്കുവാനുള്ളതായ കൃപാവരം എല്ലാ മാതാപിതാക്കൾക്കും ഇന്ന് പകൽക്കാലം നീ നൽകുന്നതിനായി സ്തോത്രം. നിന്റെ കൃപയാൽ ഇത് വീക്ഷിച്ചതായ, കണ്ടതായ, ശ്രവിച്ചതായ എല്ലാവരെയും ഇന്ന് പകൽക്കാലം നീ അനുഗ്രഹിക്കും. സകലതും കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.